ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ്, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ തുടങ്ങി വലിയ താരനിരയോടെ വരാനായിട്ടിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ടീസറിന് ശേഷമുള്ള കാത്തിരുന്ന ആദ്യ ഗാനത്തിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ ആദ്യ വീഡിയോ ഗാനം നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തുവരും. ഹൃദയത്തിലെ ഗാനങ്ങളോട് തന്നെയായിരിക്കും താരതമ്യം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കാം ആദ്യ ഗാനം കേൾക്കുവാനായിട്ട്. അതേസമയം ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് മാർച്ച് പകുതിക്ക് ശേഷം മാത്രമേ തുടക്കം കുറിക്കുകയുള്ളൂ. ഏപ്രിൽ 11-നാണ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോളിവുഡിലെ ഏറ്റവും താരമൂല്യമുള്ള സംഗീതജ്ഞൻ കൂടിയായ സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിൽ അടുത്തതായിട്ട് വരാനിരിക്കുന്ന വമ്പൻ മലയാളം സിനിമയാണല്ലോ ആവേശം. ഈ ഫഹദ് ഫാസിൽ സിനിമയുടെ ഗാനം ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ജാഡ എന്ന വരികളിൽ തുടങ്ങുന്ന ശ്രീനാഥ് ബാസ്തി ആലപിച്ചൊരു ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രം വിഷുക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തും. ഫഹദ് ഉൾപ്പെടെയുള്ള സിനിമയുടെ പ്രൊമോഷണൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. മോളിവുഡിൽ നിന്നും ദിലീപ് നായകനായി എത്തുന്ന ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഒരു സിനിമ വരുന്നു എന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ സിനിമയ്ക്ക് സംവിധായകനായിരിക്കുകയാണ് പുതുമുഖ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ ആയിരിക്കും സിനിമ സംവിധാനം ചെയ്യുക. സംവിധായകൻ ഡിജോ ജോസ് ആന്റണിയുടെ ചീഫ് അസോസിയേറ്റ് ആണ് ബിൻഡോ. സിനിമയുടെ ചിത്രീകരണം ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കും. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നിലവിൽ നടക്കുകയാണ്. 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ മിഗായേൽ എന്ന സിനിമയിൽ ഒരു കഥാപാത്രമാണല്ലോ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ. ആ പേരിൽ ഒരു സിനിമ വരുന്നു. ആ കഥാപാത്രത്തിന്റെ സിനിമ വരുന്നു എന്ന നേരത്തെ തന്നെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റുകൾ വന്നതാണല്ലോ. ഇപ്പോഴത്തെ മാർക്കോ ജൂനിയറിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുറത്തു വരുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. ചിത്രം ഈ വർഷം പാനന്തൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. ഹനീഫ് അദേനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയാലും അടുത്ത 2 സിനിമകൾക്ക് ശേഷം ഒട്ടനേകം വിജയ് സിനിമകളാണ് റീ റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. ഇപ്പോഴത്തെ ഗില്ലി എന്ന സിനിമയ്ക്ക് ഈ വർഷം സമ്മർ കാലത്ത് വമ്പൻ റീ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കേരളത്തിലടക്കം സിനിമയ്ക്ക് റീ റിലീസ് ഉണ്ടാകുമെന്നാണ് വിവരം. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിച്ച് നിവിൻ പോളി നായകനായി എത്തുന്ന മലയാളി ഫ്രം ഇന്ത്യ ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ വരുന്ന അടുത്ത മലയാളം സിനിമയാണ്. ചിത്രം മെയ് 1-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. തിയേറ്റർ ചാർട്ടിംഗ് നേരത്തെ തന്നെ ആരംഭിക്കപ്പെട്ട സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം, പുതിയ പോസ്റ്റർ എല്ലാം തന്നെ ഉടനെ പുറത്തു വരുന്നതാണ്. കഴിഞ്ഞ ദിവസം എമ്പുരാൻ എന്ന സിനിമയുടെ USA ഷെഡ്യൂളിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മെക്സിക്കോയിലാണ് നിലവിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോളിവുഡിലെ വമ്പൻ പാനന്തൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഏകദേശം 10-12 ദിവസത്തെ ചിത്രീകരണം മാത്രമേ USA സിനിമയ്ക്കുള്ളൂ. ശേഷം മാർച്ച് പകുതിക്ക് ശേഷമോ അതല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തോടെ ആയിരിക്കും ഇന്ത്യയിലെ ചെന്നൈ ഷെഡ്യൂൾ ആരംഭിക്കുക. ഇതിനിടയിൽ പൃഥ്വിരാജ് ആടുജീവിതം പ്രൊമോഷനുകൾക്ക് ഭാഗമാകുമെന്നും റിപ്പോർട്ടുണ്ട്. ലാലേട്ടൻ ഉൾപ്പെടെ ഭാഗമാകുന്ന ചെന്നൈ ഷെഡ്യൂളിന് ഏകദേശം 1 മാസത്തെ ചിത്രീകരണം ഉണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കൂ. കൂടുതൽ എമ്പുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം.